ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ വിഷ്ണു പപ്പിമോളെയും സത്യമോളെയും കൂട്ടിയിട്ട് പാനിപ്പൂരി കടയിൽ ഇരിക്കുകയാണ്. വിഷ്ണു പറയുന്നുണ്ട് എനിക്ക് പാനിപ്പൂരി വേണ്ടാന്ന്. അത് സത്യമോളും പപ്പിമോളും കേൾക്കുന്നില്ല. വിഷ്ണു കഴിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്കും വേണ്ടാന്ന് പറയുന്നു. വിഷ്ണു അപ്പോൾ വിഷ്ണുവും കഴിക്കാമെന്നൊക്കെ സമ്മതിക്കുകയാണ്. പാനിപ്പൂരി കൊണ്ടുവയ്ക്കുന്നുണ്ട്. അതിനുശേഷം സത്യ പറയുന്നുണ്ട് ഇതെങ്ങനെ കഴിക്കണമെന്ന് എനിക്കറിയത്തില്ല എന്നൊക്കെ. വിഷ്ണു അപ്പോൾ സത്യമോളുടെ വായിലേക്ക് പാനിപ്പൂരി വെച്ച് കഴിപ്പിക്കുന്നുണ്ട്. കാറിൽ വന്നുകൊണ്ടിരുന്ന ശാലിനി ആ കാഴ്ച കാണുന്നുണ്ട്. ഡ്രൈവറോട് വണ്ടി നിർത്താനെന്ന് പറയുന്നു. അതിനുശേഷം ശാലിനി 3 പേരും പാനിപ്പൂരി കടയിൽ കഴിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കിയിരിക്കുകയാണ്. പപ്പിമോൾ പറയുന്നുണ്ട് വിഷ്ണു അച്ഛൻ എനിക്കും വായിൽ വെച്ച് തരണമെന്ന്. വിഷ്ണുവിന്റെ അടുത്തേക്ക് പപ്പിമോൾ ചെല്ലുന്നു. വിഷ്ണു അപ്പോൾ പപ്പിമോൾക്കും വാരി കൊടുക്കുകയാണ്. ശേഷം 2 കുട്ടികളുമാണെങ്കിൽ വിഷ്ണുവിനും കൊടുക്കുകയാണ്. 2 പേരും കൂടി വിഷ്ണുവിനെ കഴിപ്പിക്കുകയും വിഷ്ണു 2 പേരെയും കഴിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ശാലിനിക്ക് ഒരുപാട് സന്തോഷമാകുന്നു. വിഷ്ണു 2 പേരെയും കെട്ടിപ്പിടിച്ച് മുത്തമൊക്കെ കൊടുക്കുന്നുണ്ട്. വിഷ്ണുവിനും 2 പേരും ഉമ്മയൊക്കെ കൊടുക്കുന്നു. ശാലിനി ഡ്രൈവറോട് പറയുന്നുണ്ട് സത്യമോളെ കൂട്ടിട്ട് വരാനെന്ന്. ഡ്രൈവർ വിഷ്ണുവിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് സത്യമോളെ കൂട്ടിട്ട് പോകാൻ വന്നതാണെന്ന്. പപ്പിക്ക് സങ്കടമാകുന്നുണ്ട് സത്യ പോകുന്നത് അറിഞ്ഞിട്ട്. സത്യ അപ്പോൾ പറയുന്നുണ്ട് നാളെ എന്റെ വീട്ടിലേക്ക് വന്നാൽ മതി, ആ സമയത്ത് അമ്മയും വീട്ടിൽ കാണുമെന്നൊക്കെ പറയുന്നു. സത്യ അപ്പോൾ വിഷ്ണുവിനോട് ചോദിക്കുന്നുണ്ട് എന്നെ വിടുമോ എന്നൊക്കെ. വിഷ്ണു അപ്പോൾ കൊണ്ടുപോകാമല്ലോ എന്നൊക്കെ പറയുന്നു. ഡ്രൈവർ സത്യമോളെയും കൂട്ടിയിട്ട് വണ്ടിയിൽ പോകുന്നുണ്ട്. ശാലിനി മാത്രം അവിടെ ഇറങ്ങിയിട്ട് മറിഞ്ഞു നിൽക്കുകയാണ്. കൂടെ അനുപല്ലവിയും ഉണ്ടായിരുന്നു. അനുപല്ലവിയോട് ശാലിനി ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ട് പാനിപ്പൂരി കടയിലേക്ക് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ വിഷ്ണു കഴിച്ച പ്ലേറ്റും കുട്ടികൾ കഴിച്ച പ്ലേറ്റും ഒക്കെ ശാലിനി കാണുന്നുണ്ട്. ശാലിനി പാനിപ്പൂരിക്കാരനോട് പറയുന്നുണ്ട് എനിക്കൊരു പാനിപ്പൂരി തരാനെന്ന്. ശാലിനിക്ക് പ്ലേറ്റിൽ പാനിപ്പൂരിക്കടക്കാരൻ പാനിപ്പൂരിയും കൊണ്ട് ചെല്ലുമ്പോൾ ശാലിനി പറയുന്നുണ്ട് ആ പ്ലേറ്റിൽ വേണ്ട, ഇവിടെ ഇരിക്കുന്ന പ്ലേറ്റിൽ മതിയെന്ന്. വിഷ്ണു കഴിച്ച പ്ലേറ്റ് എടുത്ത് ശാലിനി കൊടുക്കുകയാണ്. ആ പ്ലേറ്റിൽ തന്നെ പാനിപ്പൂരിക്കാരൻ പാനിപ്പൂരി കൊടുക്കുന്നു. ശാലിനി പറയുന്നതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് അനുപല്ലവി നിൽക്കുന്നുണ്ടായിരുന്നു. ശാലിനി പാനിപ്പൂരി കഴിക്കുന്ന സമയത്ത് വിഷ്ണുവിനെയും കുട്ടികളെയും ഓർക്കുകയാണ്. അവർ 4 പേരും കൂടെ ഒരുമിച്ചിരുന്ന് പാനിപ്പൂരി കഴിക്കുന്നത് പോലെയൊക്കെ സങ്കല്പിച്ചു കൂട്ടുകയാണ്. പപ്പി ശാലിനിയോട് വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കരുതെന്ന് അമ്മ പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. ആ സമയത്ത് വിഷ്ണു പറയുന്നുണ്ട് അമ്മ കളക്ടറല്ലേ, അതുകൊണ്ടാണ് എനിക്ക് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വിഷ്ണു പാനിപ്പൂരി കഴിക്കുന്നതായിട്ടും ഒക്കെ ശാലിനി ഓർക്കുന്നു. കുട്ടികൾ അപ്പോൾ അച്ഛനോട് പറയുന്നുണ്ട് മതി അച്ഛൻ കഴിച്ചത്, ഇനി അമ്മ കഴിക്കട്ടെ എന്ന് പറഞ്ഞ് അമ്മയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ശാലിനി വിഷ്ണുവിന് പാനിപ്പൂരി കൊടുക്കുന്നത് പോലെ കൈ നീട്ടുകയാണ്. പെട്ടെന്ന് കടക്കാരൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തു പറ്റി മാഡം എന്ന്. ആ സമയത്താണ് ശാലിനിക്ക് പരിസരബോധം വരുന്നത്. പെട്ടെന്ന് ശാലിനിക്ക് മനസ്സിലാകുന്നുണ്ട് എല്ലാം ഒരു ഓർമ്മ മാത്രമായിരുന്നു എന്നൊക്കെ. പല്ലവിയും ശാലിനിയുടെ അടുത്തേക്ക് വന്നിട്ട് പോകാമെന്ന് പറയുന്നു. ശാലിനി അവിടെ നിന്നും പോകുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് ബ്രോക്കറെയാണ്. ബ്രോക്കറിന്റെ അടുത്തേക്ക് സുസ്മിത ചെല്ലുന്നു. സുസ്മിത പറയുന്നുണ്ട് നല്ലൊരു കല്യാണാലോചന ആലോചിക്കണമെന്ന്. സത്യാമ്മയുടെ മകൻ വിഷ്ണുവിന് വേണ്ടിയാണ് ഞാൻ പറയുന്ന പെണ്ണിനെ ആലോചിക്കണമെന്ന് പറയുന്നു. ആ വിവാഹം ശരിയായാൽ 2 സൈഡിൽ നിന്നും നിങ്ങൾക്ക് പൈസ കിട്ടുമെന്ന് പറയുന്നു. ബ്രോക്കറിനെ സുസ്മിത ഫോട്ടോ കാണിക്കുകയാണ്. ബ്രോക്കർ അപ്പോൾ പറയുന്നുണ്ട് ഈ പെൺകുട്ടിയെ ഞാൻ നേരത്തെ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ എന്ന്. ബ്രോക്കർ അപ്പോൾ പഴയ കാര്യം ഓർക്കുകയാണ്. പോലീസുകാർ ചെക്ക് പോസ്റ്റിൽ വെച്ച് ബ്രോക്കറെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കാറിൽ ഭയങ്കര സ്പീഡിൽ വന്നിട്ട് ഈ പെൺകുട്ടി ഇറങ്ങുന്നുണ്ട്. ആ പെൺകുട്ടി കള്ളു കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല പോലീസിന്റെ മുന്നിൽ വെച്ച് സിഗരറ്റും വലിക്കുന്നുണ്ടായിരുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്